അസ്സലാമലൈക്കും, നമസ്കാരം. നമ്മുടെ ഹൈസം വ്ലോഗിന്റെ മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വിശേഷമായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുറത്തൂർ പഞ്ചായത്തിലുള്ള അസ്ഫറ നൗഫൽ ദമ്പതികളുടെ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ മനോഹരമായ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതേ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇടയ്ക്ക് ലൈൻസ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മളിതേ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഔട്ട്ഡോറിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. അതിന് ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ജിഐൻ്റെ ഇതുപോലെ റൂഫ് പാനലൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു കോമ്പൗണ്ട് വോള് നമ്മുടെ വീടിനോട് മാച്ച് ആയ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ കിണർ വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ടാണെങ്കിലും ഒട്ടും ബോറാവാത്ത രീതിയിലാണ് കേട്ടോ അതും ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അതിമനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബേജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലാണ് കേട്ടോ ആ ഒരു ബേജ് കളർ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 2 വശത്തായിട്ട് ബെഡ്റൂംസിന്റെ നടുക്കായിട്ടാണ് ഇവിടെ ആ ഒരു ബാൽക്കണിന്റെ സെറ്റിംഗ്സ്. അതിന് മുകളിലായിട്ട് റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഒരു ബോളിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്ററിംഗ് ഡിസൈൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു ലൈൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ആ ഒരു ബാൽക്കണി ഇല്ലേ, അതിന് താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ നല്ല ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ട് അവിടെ ആയിട്ട് ഹെൽത്തി പ്ലാന്റ്സും ബബിൾസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിന് മുകളിലുള്ള ആ ഒരു ഭാഗം വന്നിട്ട് ഇതുപോലെ സ്ലോപ്പ് പ്രൂഫ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം 410-160 സിറ്റ് ഔട്ടിന്റെ സൈസ് വന്നിട്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കിയാലോ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ 2 സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നീളത്തിൽ വരുന്ന സിറ്റ് ഔട്ട് ആണ് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനായിട്ട് 2 കഫേ ചെയേഴ്സ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ ബാക്ക് വോളിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ 2 സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഇരിക്കാൻ ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. അതിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെ വുഡ് ആൻഡ് വൈറ്റ് തീമിൽ അതിമനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നടുക്കുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് മെയിൻ അട്രാക്ഷൻ. ഇനി നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ 4 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മഹാഗണി വുഡിലാണ് കേട്ടോ നമ്മുടെ ഈ ഡോറ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ്. നടുക്കായിട്ട് 2 സ്റ്റീലിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു അറബിക് കാലിഗ്രാഫി ഡിസൈനും കാണാം. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ അകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പോഴാണ് ലിവിംഗ് ഏരിയയിലേക്കാണ് എത്തുന്നത്. 390-333 ആണ് കേട്ടോ ലിവിംഗിന്റെ സൈസ്. നമ്മുടെ ലിവിംഗ് ഏരിയയിൽ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ സോഫ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നടുക്കായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ കാർപ്പറ്റ് കൊടുത്തിട്ട് അതിന് നടുക്കായിട്ട് സോഫയ്ക്കൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ തന്നെ ഒരു ടീ ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്.
പിന്നെ നമ്മുടെ ഈ വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആർക്കിഡൈസ് ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡീറ്റെയിൽസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് കേട്ടോ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ TV യൂണിറ്റിന്റെ ആ ഒരു ബാക്ക് വോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ വുഡൻ ലൂവേഴ്സ് പാനൽ കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു മാർബിൾ മൈക്ക് കൊടുത്തിട്ട് അതിലായിട്ടാണ് കേട്ടോ നമ്മുടെ TV സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മുകളിലായിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട്, താഴെയായിട്ട് ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. ആ വോളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ സീലിംഗും ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ ഈ ഭാഗത്താണ് നമ്മുടെ മെയിൻ ഹാള് വരുന്നത്. അവിടെ ദേ ഹാളിന്റെ എൻട്രൻസിന് രണ്ട് വശത്തായിട്ടും ഇതുപോലെ പരഗോള ഡിസൈൻസ് വരുന്നുണ്ട്. അതിനുള്ളിലായിട്ട് ഷോക്കേസിങ്ങും ചെയ്തിട്ടുണ്ട്. കൂടാതെ ദേ നമ്മുടെ എൻട്രൻസിന്റെ ആ ഭാഗത്ത് ഇതുപോലെ ഒരു വുഡൻ പാനലിംഗ് വരുന്നുണ്ട്. ആ വോളിലായിട്ട് തന്നെ വിൻറ്റേജ് ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. 350-400 സൈസിലാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിൽ മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിലായിട്ട് മാർബിൾ ആണ് വരുന്നത്. ടേബിളിന് മാച്ച് ആവുന്ന തരത്തിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചെയർ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2900 വരുന്നുണ്ട്. ഇനി ദേ ഈ വോളിലായിട്ട് വെന്റിലേഷന് വേണ്ടി ഒരു വിൻഡോ വരുന്നുണ്ട്. പ്ലീറ്റഡ് കർട്ടൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ദേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുപോലെ 4 നിഷ് ഡിസൈൻസ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് അടിപൊളി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ ഡൈനിങ്ങിൽ ദേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ദേ ഈ ഭാഗത്ത് വോളിലൊക്കെ ആയിട്ട് അടിപൊളി മെറ്റൽ വോൾ ഡിസൈൻസും വോൾ ലൈറ്റ്സും ക്ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗും ഒട്ടും മോശമാക്കാത്ത രീതിയിൽ ഇതേ വുഡൻ വൈറ്റ് തീമിൽ കൊടുത്തിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫാൻ ഉൾപ്പെടെ ആ ഒരു വുഡൻ തീമിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ എന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് ബെഡ്റൂമിന്റെ വിശേഷങ്ങൾ നോക്കാല്ലേ. 380-330 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന കോട്ടാണ്. സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷോ വാളിലായിട്ട് നോക്കിയാൽ ഒരു ബ്ലൂ കളർ പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു വോളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. കൂടാതെ അവിടുന്ന് ഇതേ വോളിൽ നിന്നാണ് സീലിംഗിലേക്ക് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഒരു വുഡൻ വൈറ്റ് തീമിൽ വന്നിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ വരുന്നത്. നല്ല സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. ഇനി നമ്മുടെ ഈ റൂമിലായിട്ട് ഇതേ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഏകദേശം 270-150 സൈസിൽ നല്ല സൗകര്യത്തിലാണ് കേട്ടോ ബാത്റൂം ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ടൈലും കൊടുത്തിട്ടുണ്ട്. വാഷേരിയ യൂണിറ്റും വരുന്നുണ്ട്. ശേഷം നമ്മൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ ഒക്കെ വരുന്നത്. അവിടെ ആയിട്ട് തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂമും വന്നിട്ടുള്ളത്. 390-330 സൈസിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ദാ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ആ ഹെഡ് കോട്ടിന്റെ ഭാഗത്തും കുഷ്യൻ വരുന്നുണ്ട് കേട്ടോ. കോട്ടിന്റെ ആ ഒരു ഭാഗത്ത് ഷോവാൾ ഇതുപോലെ പെയിന്റിംഗ് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടെ ഒരു അട്രാക്ഷന് വേണ്ടി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ദേ ഈ ഭാഗത്ത് വെന്റിലേഷന് വേണ്ടി വിൻഡോ വരുന്നുണ്ട്. പ്ലീറ്റഡ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാഷ് ഏരിയക്കും ബാത്റൂമിനും ഒരു സെപ്പറേറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 50-170 സൈസിലാണ് വന്നിട്ടുള്ളത്. അവിടെ ഒത്തിരി സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറർ യൂണിറ്റും വരുന്നുണ്ട്. ഈ റൂമിൽ സീലിംഗിലായിട്ട് നോക്കിയാൽ വുഡൻ വൈറ്റ് തീമിൽ ഇതാ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അപ്പൊ ഇനി ഇവിടുത്തെ ബാത്റൂം നോക്കല്ലേ. ഈ ബാത്റൂം വന്നിട്ട് ഏകദേശം 230-150 സൈസിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്ന് നമ്മുടെ സ്റ്റെയർ ഏരിയന്റെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയയും കൂടാതെ ഹാളിലെ കോമൺ ബാത്റൂം ഒക്കെ വരുന്നത്. വാഷ് ഏരിയന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പാർട്ടീഷൻ വോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വാഷ് ഏരിയന്റെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിലും ആ ഒരു വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് റൗണ്ട് മിറർ വരുന്നുണ്ട്. താഴെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ്. അവിടെ നല്ല ഡിസൈൻ ഒക്കെ വരുന്ന ഒരു വാഷ് ബേസൺ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റെയറിന് താഴെ ഇതുപോലെ അയൺ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പൊ നമ്മളിതേ ഇനി നമ്മുടെ ഹാളിലെ കോമൺ ബാത്റൂം ആണ് നോക്കുന്നത് കേട്ടോ.
200-130 സൈസിലാണ് ഈ ബാത്റൂം വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതേ നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത്. കിച്ചന്റെ ഡോർ വന്നിട്ട് വുഡിൽ ഗ്ലാസ് ഡിസൈൻ വരുന്ന ഒരു ഡോറാണ്. ശേഷം നമ്മളിത് ഈ കിച്ചണിലേക്ക് കയറുമ്പോൾ 379-300 സൈസിലാണ് കേട്ടോ ഈ കിച്ചൺ വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചന്റെ ഫ്ലോറിലായിട്ട് ഒരു വുഡൻ തീമിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഡോറിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് എൽ ഷേപ്പിൽ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്കിന് ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിങ്ക് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് 3 ഡോർ വിൻഡോയും ആ വോളിലായിട്ട് തന്നെ ഇതുപോലെ ക്രോക്കറി യൂണിറ്റും വാട്ടർ പ്യൂരിഫയറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലായിട്ട് അപ്പർ ക്യാബിൻസ് വരുന്നുണ്ട്. താഴെയായിട്ടും സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിൽ PVC ലാമിനേറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് തന്നെ ഒരു കുഞ്ഞു ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിന്റെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഡിസൈൻ ഒക്കെ വരുന്ന ഗ്ലോസി ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് തന്നെ വോളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ തീമിൽ ഒരു ഓപ്പൺ ഷോക്കേസും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കിച്ചണിലായിട്ട് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. 130-220 ആണ് കേട്ടോ സൈസ്. ഇനിയിപ്പോ നമ്മുടെ ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് 530-220 സൈസിൽ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു റാക്ക് വരുന്നുണ്ട്. അതിലായിട്ട് ഒരു സിങ്കും അതുപോലെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെയായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വെന്റിലേഷന് വേണ്ടി വിൻഡോ കാണാം. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഷോക്കേസും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രിൽസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. ഇവിടെ സ്റ്റെയറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഇവിടെ ഹാൻഡ് റെയിലിംഗും ഒത്തിരി മനോഹരമായ രീതിയിൽ വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ താഴെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗം എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. ആ തരത്തിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സും 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ലൈറ്റ്സും കൂടാതെ ഈ ഒരു വോളിലായിട്ട് വോൾ മെറ്റൽ ഫ്രെയിംസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ സ്റ്റെയർ ഏരിയയിലായിട്ട് താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആ ഒരു വോളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്രീൻ ഷെയ്ഡിൽ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലായിട്ട് മാർബണേറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ കോട്ടാണ് കേട്ടോ. ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് LED ലൈറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും കാണാം. താഴെ കണ്ടില്ലേ അതുപോലെ നല്ല സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം ആണ് കേട്ടോ. ശേഷം നമ്മൾ നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലായിട്ടും മുകളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കാണാം. കൂടാതെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട്. കൂടാതെ വാഷേരി യൂണിറ്റ് വരുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ വരുന്ന ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടും. ഇനിയിപ്പോ ഫൈനലി നമ്മൾ ബാൽക്കണി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടെ വോളിലായിട്ട് 2 പരഗോള ഗ്ലാസ് ഡിസൈനും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ശേഷം നമ്മുടെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഇവിടെ എൻഡിലായിട്ട് ഗ്ലാസ് റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ ടോപ്പ് റെയിലായിട്ട് GI ആണ് വരുന്നത്. കൂടാതെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് പുറത്തേക്കുള്ള ആ ഒരു വ്യൂ വന്നിട്ടും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.